നമസ്കാരം. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതായാലും സതീഷ്, ഇതിപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെ ആവുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ തുടങ്ങിയതാണ്. രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് സമയം നീളും, കാരണം വോട്ടെണ്ണലിന് കോവിഡാണ്, അതുകൊണ്ട് നീളും എന്ന് പറഞ്ഞു. എന്തായാലും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു ഇന്ന് രാത്രിയാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും നാളെ രാവിലെ വരെ തീർച്ചയായും. അതുകൊണ്ട് ഉദ്യോഗത്തിൻ്റെ മണിക്കൂറാണ്. നമുക്ക് വിശദമായ അതിലേക്ക് വരാം. ബീഹാർ കണക്കുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ 50% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഇത്രയും സമയം കൊണ്ട് രാവിലെ 8 മണി തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മണി വരെ ആകുമ്പോൾ 50%. ഇനി 50% വോട്ട് എണ്ണാനുണ്ട്. അപ്പോൾ 8 മണിക്കൂറിന് ശേഷമായി നമുക്കൊരു അന്തിമ ഫലം പ്രതീക്ഷിക്കാനുള്ളൂ. ഏതായാലും ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ക്രൂഷ്യൽ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 42 മണ്ഡലങ്ങൾ അല്ലേ? അതിലാണ് 1000-ൽ താഴെ ലീഡുള്ളത്. അതിലേക്കൊന്ന് വരാം സതീഷ്. അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ 40 മണ്ഡലങ്ങളാണ് ഇപ്പോൾ 1000-ൽ താഴെ ലീഡിൽ നിൽക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 18 മണ്ഡലങ്ങൾ RJD പ്ലസ്, അതല്ലെങ്കിൽ മഹാസഖ്യം ലീഡ് ചെയ്യുന്നതാണ്. ഏറെക്കുറെ അതിനടുത്ത് 17-18 സീറ്റുകൾ തന്നെയാണ് BJP സഖ്യം, അതായത് NDA മുന്നിട്ട് നിൽക്കുന്നത്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 40 സീറ്റുകളിലും പപ്പാതി സീറ്റുകളിൽ ഇരു മുന്നണികൾക്കും ഇപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിംഗ് സീറ്റ്സ് എന്ന് പറയാവുന്ന, ഏത് സമയത്തും മാറി മറിയാവുന്ന സീറ്റുകൾ തന്നെയാണ്. ഇനി 2000-ൽ താഴെയുള്ള വോട്ടുകളും സീറ്റുകളും ഇത്രയും തന്നെ ഏതാണ്ട് 30-35 ഉണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഓരോ നിമിഷവും ഓരോ എണ്ണുന്ന വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇരു മുന്നണികളെ സംബന്ധിച്ച്. ഈ അവസാന നിമിഷം വരെ നമുക്ക് മാറി മറിയാമെന്ന് സതീഷ് പറയുമ്പോഴും സതീഷ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 40 എണ്ണത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഒരുപാട് എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ 30 എണ്ണവും NDAയുടെ കൂടെ, അല്ലെങ്കിൽ 30 എണ്ണവും മറുഭാഗത്ത് എന്നാണെങ്കിലേ ഈ വരാനിരിക്കുന്ന റിസൾട്ടിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സതീഷ് പറഞ്ഞതുപോലെ ഈ 40 സീറ്റിൽ അതിലും പപ്പാതിയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് തന്നെയാണ് ട്രെൻഡ് എന്നൊരു സൂചനയും അതിലില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്കിന്റെ ഒരു പ്രൊജക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 40 സീറ്റുകളിൽ പപ്പാതി വീതം ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ വീണ്ടും ആ സീറ്റുകൾ തന്നെ എത്തുന്നു. 123 സീറ്റുകൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ഉൾപ്പെടെയാണല്ലോ ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ 123, 110 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താം. ഇതേ രീതിയിൽ തന്നെ ഈ ലീഡ് നിലയെല്ലാം മുന്നോട്ട് പോവുകയാണെങ്കിൽ. അതേസമയത്ത് ആകെ 13 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഇരു മുന്നണികളും തമ്മിൽ. ഈ 13 സീറ്റ് എന്ന് പറയുമ്പോൾ 6 സീറ്റുകൾ അല്ലെങ്കിൽ 7 സീറ്റുകൾ ഒരു മുന്നണിയിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ, ഈ 1000 വോട്ടിൽ 40 വ്യത്യാസമുള്ള സ്ഥലത്ത് 13 സീറ്റുകൾ മാറിക്കഴിഞ്ഞാൽ മഹാസഖ്യം മുന്നിലെത്തുന്ന ഒരവസ്ഥ വരാം. വളരെ നിർണായകമാണ്, വളരെ സങ്കീർണ്ണം. നമുക്ക് ഈ സമയത്ത് ഏറ്റവും രസകരമായ അനാലിസിസിലേക്ക് കടക്കാൻ തോന്നുന്നു. രാകേഷ് കൂടി നമ്മളോട് കൂടി. രാകേഷ്, അപ്പോൾ നമ്മൾ അതിന്റെ കണക്ക് പറഞ്ഞു, വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ചില താരതമ്യങ്ങളാണ് നമ്മൾ ഏതായാലും നമ്മുടെ സെൻട്രൽ ഡെസ്ക് ഡൽഹിയിൽ നിന്ന് ഇറക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൂടിയാണ് നമ്മളെ മറ്റു ചാനലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. തീർച്ചയായും രാകേഷ്, ഈ കോൺഗ്രസ് മത്സരിച്ച ഇടങ്ങൾ, BJP മത്സരിച്ച ഇടങ്ങൾ, അവിടെ ആർക്കാണ് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്താണ് നമ്മൾ അനാലിസിസ്? ഗോപി, ബീഹാറിൽ കോൺഗ്രസും ഒപ്പം തന്നെ BJPയും നേർക്കുനേർ ഏറ്റുമുട്ടിയ മണ്ഡലങ്ങൾ ഏതാണ്ട് 37-38 മണ്ഡലങ്ങളുണ്ട്. ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതാണ് BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടി എന്ന് പറയുന്ന മണ്ഡലങ്ങൾ. 37 മണ്ഡലങ്ങൾ, 243 സീറ്റുകളിൽ 37 ഇടത്ത് കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടി. അവിടെ BJP വലിയ നേട്ടം ഉണ്ടാക്കിയെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 29 ഇടത്ത് BJP വലിയ മുന്നേറ്റം നടത്തി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മഹാഗഠബന്ധന്റെ കൈവശമുണ്ടായിരുന്ന 8 സീറ്റുകൾ കൂടി അധികമായി അവിടെ BJP നേടുകയാണ് ചെയ്തത്. അതായത് 37-ൽ 29 ഇടത്തും NDA, അതായത് BJPയാണ് അവിടെ മത്സരിച്ചത്. NDA പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ ലീഡ് ചെയ്യുന്നു. മഹാസഖ്യം, അതായത് കോൺഗ്രസ് കേവലം 7 സീറ്റിൽ മാത്രമാണ് അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 14 സീറ്റുകൾ ഇവിടെ ഈ ഗഠബന്ധൻ കൈവശം വെച്ചതായിരുന്നു. ആ സീറ്റുകളിൽ കോൺഗ്രസ് വെറും 7 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചത്. അതായത് 38 സീറ്റുകളിൽ ഇരു പാർട്ടികളും ഏറ്റുമുട്ടിയപ്പോൾ വലിയ മുന്നേറ്റം അവിടെ BJP ഉണ്ടാക്കി എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 37-ൽ 29 ഇടത്തും NDA വിജയിക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ഈ ഇത്തരത്തിൽ ഒരുപക്ഷെ RJDയോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് അല്ല RJD ആയിരുന്നു. നമ്മൾ അതിഥികളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. സതീഷ്, ഇപ്പോൾ ശ്രീ ഷാജി ജേക്കബ് ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേർന്ന് വന്നു. ഈ ഒരു അനാലിസിസ്, കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ വലിയ ക്ഷീണം ഉണ്ടായത്. ഇപ്പോൾ BJPയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഷാജി ജോസഫ് നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്. അപ്പോൾ ഷാജി ജോസഫ്, താങ്കൾക്ക് വളരെ കൃത്യമായി, അതായത് ബീഹാറിന്റെ ഓരോ മണ്ഡലങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി പറയാൻ കഴിയുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ഷാജി ജോസഫ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരുപക്ഷെ 90-കളിൽ ലാലുവിൻ്റെ ഇപ്പോൾ വിളിക്കുന്ന ജംഗിൾ രാജ് എന്ന് പറയുന്ന ആ സമയത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചില കഥകൾ പോലും പണ്ട് ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സമയത്ത് അവിടെ BJPക്ക് മേൽക്കൈ വരുന്ന ഒരവസ്ഥ വരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ? ചെറിയ രീതിയിലൊന്നല്ല, വലിയ രീതിയിൽ. ആകെ 37 സീറ്റിൽ 7 ഇടത്ത് മാത്രമാണ് മറ്റേ മഹാസഖ്യത്തിന് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. സതീഷ്,
1990 വരെ ബീഹാറിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതാപകാലമുണ്ടായിരുന്നു. അതിനുശേഷം മണ്ഡൽ രാഷ്ട്രീയം പുറത്തേക്ക് വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പ്രതാപം ബീഹാറിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബീഹാറിൽ കോൺഗ്രസിനെ എപ്പോഴും ഒരു സവർണരുടെ പാർട്ടി, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ പാർട്ടിയായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന OBC-കളും ദളിതരും കണ്ടുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ OBC-കൾക്കിടയിൽ ചെറിയ സ്വാധീനം ഉള്ളപ്പോഴും സവർണരെയും അവരോടൊപ്പം ദളിതരെയും അണിനിരത്തിക്കൊണ്ട്, അതുകൂടാതെ മതന്യൂനപക്ഷങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ബീഹാറിൽ രാഷ്ട്രീയപരമായി തേരോട്ടം നടത്തിയിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1990 ശേഷം കോൺഗ്രസ് 10% മേളിലോട്ട് വോട്ട് ഷെയർ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് 1995 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കഥകൾ നോക്കുക കോൺഗ്രസിൻ്റെ. പക്ഷേ കോൺഗ്രസ് എന്താണ് ഈ പ്രാവശ്യം ചെയ്തത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പുറത്ത് പ്രസംഗിക്കുന്നത് ദേശീയ തലത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയ കക്ഷികളെ അണിനിരത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കാണെന്നും അതിനായി ഞങ്ങൾ ഏത് വിധത്തിലുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴും പഴയ രാഷ്ട്രീയ പ്രബുദ്ധത വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയായിട്ടാണ് ബീഹാറിൽ നിൽക്കുന്നത്. ഈ പാർട്ടി വിളറി ചില നേതാക്കന്മാർ മാത്രമായി തീർന്ന ഒരു സാഹചര്യത്തിലാണ് ബീഹാറിൽ കോൺഗ്രസിൻ്റെ നിൽപ്പ്. 2015 തെരഞ്ഞെടുപ്പിൽ RJD-യും JDU-വിനോടും ചേർന്ന് നിന്നുകൊണ്ട് 40 സീറ്റിൽ മത്സരിച്ചപ്പോൾ 27 സീറ്റ് വിജയിക്കാൻ അവർക്ക് സാധിച്ചു. കാരണം അത് വളരെ കൃത്യമായ ഒരു കോമ്പിനേഷനിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ അവരെടുത്ത ഒരു പ്ലീ എന്ന് പറയുന്നത്, സീറ്റ് വിഭജനത്തിൽ അവരെടുത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് 70 സീറ്റ് വേണമെന്നാണ്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അവരുടെ നിലപാട് ബീഹാറിൽ ശ്രീ ഷാജി, ആ 70 സീറ്റ് അത്രയും വിട്ടുകൊടുത്തതിൽ പ്രശ്നമാണോ ഇപ്പോൾ വീഴ്ച? നമുക്ക് അതിലേക്ക് വരാം. ക്ഷമിക്കണം സാർ, ഏതായാലും അവിടുത്തെ കണക്ഷനിലെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു എരപ്പിന്റെ ശബ്ദം ഓൺലൈനിൽ വരുന്നത് സാങ്കേതിക പ്രശ്നമാണ്. ഞങ്ങളെ സാങ്കേതിക വിദഗ്ധർ നോക്കിയിട്ട് സാറിന് ഒന്നുകൂടി റീകണക്ട് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് വിദഗ്ധമായി സംസാരിക്കാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഏതായാലും ശ്രീ രാധാകൃഷ്ണ മേനോൻ നമ്മളോട് കൂടെ ചെയ്യുന്നത്. അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ രസകരമായ ഒരു ഫാക്ടറിലേക്ക് കൂടി രാകേഷേ, ഇപ്പോൾ ഈ പറയുന്ന മാതിരി മോഡി തരംഗം അല്ലെങ്കിൽ മോഡി ഫാക്ടർ അവിടെ വർക്ക് ചെയ്തോ? അതായത് മോഡി പങ്കെടുത്ത റാലികൾ, പങ്കെടുത്ത ഇടങ്ങൾ, അതിന്റെ സ്വാധീന മേഖലകൾ, അവിടുത്തെ വിജയവും പരാജയവും കണക്ക്, അതെങ്ങനെയാണ് നമ്മളെ കമ്പാരിസൺ? ഗോപിയെ ഏതാണ്ട് 243 മണ്ഡലങ്ങളിൽ 110 മണ്ഡലങ്ങളിൽ മോദി അല്ലെങ്കിൽ റാലികളിൽ പങ്കെടുത്തു. 110 റാലിയല്ല, മറിച്ച് 110 മണ്ഡലങ്ങൾ ആ റാലി നടന്ന സ്ഥലത്തിന്റെ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങളാണ്. അവിടെയും NDAക്ക് തന്നെയാണ് നേട്ടം. അതായത് NDA 61 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് അവിടെ. അതായത് കഴിഞ്ഞ 2017 ശേഷമുള്ള സാഹചര്യം എടുക്കുമ്പോൾ 6 സീറ്റുകൾ കൂടുതലായി അവിടെ NDAക്ക് അത് പ്രകാരം പ്രകടമാണ്. മഹാസഖ്യത്തിന് 46 സീറ്റുകളാണ് അവർ ലീഡ് ചെയ്യുകയും ചെയ്തത്. അവിടെ 3 സീറ്റിന്റെ കുറവുണ്ട്. അതിൽ തന്നെ NDAയുടെ സ്പ്ലിറ്റ് എടുക്കുകയാണെങ്കിൽ NDAയിൽ BJPക്ക് കാര്യമായ നേട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. 11 സീറ്റുകൾ കൂടുതലായി അവിടെ BJP ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ 41 സീറ്റുകളാണ്, ഈ കണക്ക് വെച്ച് 41 സീറ്റുകളാണ് BJP വിജയിച്ചിരുന്നത്. JDU-വിനാണ് അവിടെയും നഷ്ടം സംഭവിച്ചത്. അതായത് 11 സീറ്റുകളുടെ കുറവ് JDU-വിന് ഉണ്ടായിട്ടുണ്ട്. JDU ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 13 സീറ്റുകൾ മാത്രമാണ്. നേരത്തെ 24 സീറ്റായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. മോദി റാലി നടത്തിയ സ്ഥലങ്ങളിൽ JDU-വിന് നഷ്ടം സംഭവിക്കുകയും BJPക്ക് വലിയ നേട്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കണക്കുകളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ BJP മത്സരിച്ച സ്ഥലങ്ങളിൽ മോദിയുടെ റാലി, ആ കണക്കുകളിലേക്ക് വരുമ്പോൾ ഏതാണ്ട് മനസ്സിലായി രാകേഷ്. നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വിശദമായി പറയാം. ഏതായാലും ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്കുള്ള ചോദ്യം സതീഷ് റെഡിയാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, നമ്മൾ മോദി ഫാക്ടർ അല്ലെങ്കിൽ മോദി തരംഗം, ആ മോദി ഘടകം എന്ന് പറയുന്നത് വലിയ തോതിൽ ബീഹാറിൽ നിലകൊള്ളുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്? മറ്റൊരു വളരെ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ BJP തീരുമാനിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് അന്ന് നിതീഷ് കുമാർ NDA വിട്ട് പുറത്തുപോയത്. അതിനുശേഷം പിന്നീട് നിതീഷ് NDAയിലേക്ക് തിരിച്ചു വരുന്നതും
ആ മോദിയുടെ ആ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള നരേന്ദ്രമോദി അവിടെ പ്രചാരണത്തിനെത്തുമ്പോൾ ആ മേഖലകളിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാകുന്നു, JDUവിന് വലിയ തകർച്ചയുണ്ടാകുന്നു. എങ്ങനെയാണ് ഈ രണ്ട് ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾ വിശദീകരിക്കുന്നത്? ഇല്ല, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി ഭരണരംഗത്തുണ്ടായിരിക്കുന്ന മുന്നേറ്റം, ജനോപകാരപ്രദമായ പദ്ധതികൾ, ഇത് ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, ഈ ഭാരതത്തിലെമ്പാടും ഭരണരംഗത്ത് ഒരു സമഗ്ര വിപ്ലവം തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഭരണകാലഘട്ടത്തിലും ഇപ്പോൾ പുതിയ ഭരണം വന്നതിന് ശേഷവുമായി നടപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ വളരെ പോസിറ്റീവായി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമുള്ള ജനങ്ങൾ നോക്കിക്കാണും. പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിൽ ബീഹാർ അടക്കമുള്ള മധ്യപ്രദേശ് അടക്കമുള്ള പ്രദേശങ്ങളിൽ, ഗുജറാത്ത് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ കാര്യങ്ങളുടെ സന്ദേശം എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗുണഫലം, കാരണം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ആ സർക്കാരിനെ ഇപ്പോൾ കുറ്റപ്പെടുത്താതെയാണ് ഈ പറയുന്ന തേജസ്വി മത്സരിച്ചാലും കേജ്രിവാൾ മത്സരിച്ചാലും മറ്റു പല ആളുകളും മത്സരിക്കുമ്പോഴും അവർ പ്രതിപക്ഷത്താണ്. പക്ഷേ NDA എതിർക്കുന്നു, BJP എതിർക്കുന്നു. പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിനെതിരായി അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാനോ നിലപാടുകൾ എടുക്കാനോ കഴിയാതെ ആ ഭരണ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട്, അതിൻ്റെ നേട്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിതീഷ് കുമാർ സ്വന്തമായി വ്യക്തിത്വമുള്ള, സ്വന്തമായി അസ്തിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബീഹാറിൽ അതിശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പാർട്ടിയും BJPയും ഒരുമിച്ചപ്പോഴാണ് കഴിഞ്ഞ കാലത്ത് അവിടെ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളെ പൊതുസമൂഹത്തിൽ ഗുണപരമായി നടപ്പാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒട്ടേറെ ഗുണങ്ങൾ ആ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ദേശവ്യാപകമായി നടപ്പാക്കുന്ന ഭരണ സംവിധാനത്തിലെ സമഗ്രമാറ്റവും പൊതുസമൂഹത്തിലെ സാധാരണക്കാർക്ക് പോലും ഗുണകരമാവുന്ന പദ്ധതികളുടെ ഒരു തുടർച്ചയും, ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ, സാധാരണക്കാരായ മുഴുവൻ കർഷകരും അവരുടെ കൈകളിൽ തന്നെ പണമായി അതിപ്പോഴും വ്യക്തമാണ്. കാരണം ആ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ ഒരു തീർച്ചയായും, കാരണം അതിപ്പോഴും അവിടെ കോവിഡിന് ശേഷം വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. നിതീഷിന് നമ്മൾ നേരത്തെ പലപ്പോഴായി പറഞ്ഞതാണ്, 30 ലക്ഷത്തോളം പേർ അവിടേക്ക് തൊഴിലില്ലാതെ തിരിച്ചിരുന്ന, അതിനെയെല്ലാം മറികടക്കാൻ ഒരു പക്ഷേ ഈ മോദിയുടെ അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളെ ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും വളരെ മന്ദഗതിയിലാണ് വോട്ട്. ഈ റൂറൽ സെക്ടറിൽ ഇപ്പോഴും മഹാസഖ്യത്തിന് സ്ട്രോങ് ഹോൾഡ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ഇങ്ങനെയാണ്. അതെ, എങ്കിൽ പോലും ഈ അദ്ദേഹത്തിനെതിരായുള്ള, അതായത് നിതീഷിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഒരു പക്ഷേ മോദിയുടെ പ്രചാരണം ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്ന് വേണം നമുക്ക് പ്രാഥമികമായി. അതുകൊണ്ട് മോഡിയുടെ ഒരു കരിഷ്മ ഇമേജ് ഇപ്പോഴും അതുപോലെ ചിലയിടങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ നിൽക്കുന്നു. അതിന്റെ കുറച്ചുകൂടി ആഡപ്പ് ചെയ്യാൻ രാകേഷിന് കഴിയും തോന്നുന്നു. രാകേഷ്, നേരത്തെ നമ്മൾ NDAയുടെ മൊത്തം, മോദിയുടെ റാലികളും NDAയുടെ മൊത്തം സീറ്റുമാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ BJP മത്സരിച്ച സ്ഥലങ്ങളും പ്രധാനമന്ത്രിയുടെ റാലിയും അങ്ങനെ നോക്കുമ്പോൾ 58 സീറ്റുകളാണ് ഈ റാലിയിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളാണ് ഉൾപ്പെടുക. അങ്ങനെ നോക്കുമ്പോൾ വലിയ മുന്നേറ്റം BJP നടത്തിയിട്ടുണ്ട്. അതായത് 58 സീറ്റിൽ 41 BJP വിജയിക്കുന്ന അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10 സീറ്റുകളുടെ കൂടുതലായി അവർ ലീഡ് ചെയ്യുന്നു. മഹാസഖ്യത്തിന് അവിടെ 10 സീറ്റുകളുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 26 സീറ്റുകൾ ഉണ്ടായിരുന്നു മഹാസഖ്യത്തിന്, അവിടെ മഹാസഖ്യം 16 എന്ന നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. NDA അതായത് BJP ആണ് സീറ്റുകൾ മുഴുവൻ മത്സരിച്ചത്. BJP 10 സീറ്റുകളിൽ നേട്ടമുണ്ടാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. സതീഷ്, ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫാക്ടർ അവിടെ കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടുകയും. ഇനി നമുക്ക് ഓരോ മേഖലകൾ കൂടി നോക്കിയാലോ? ഏതായാലും പ്രധാനമായും അവർക്ക് BJPക്ക് എനിക്ക് തോന്നുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ, അത് ആ സീറ്റുകളിലെ അവസ്ഥ എന്താണെന്ന് ഇയാൾ
ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള 53 സീറ്റുകൾ ഉണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ NDAക്ക് തന്നെയാണ് മേൽക്കൈ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് NDA 30 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മഹാസഖ്യം 17 ഇടങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 2015 അല്ലെങ്കിൽ 17 ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ മഹാസഖ്യത്തിന് 8 സീറ്റുകളുടെ കുറവ് അവിടെ വന്നിരിക്കുന്നു. അതായത് 25 ഉണ്ടായിരുന്നു, ഇപ്പോൾ 17 ചുരുങ്ങിയിരിക്കുന്നു. NDA 30 എന്ന് കാണിക്കുന്നത് ഒരുപക്ഷെ JDU കൂടി ഉൾപ്പെടുന്നതാണ്. 2017 ശേഷം JDU കൂടി വന്നതിന് ശേഷമുള്ള കണക്കാണത്. അവിടെ 3 സീറ്റുകളുടെ കൂടുതൽ NDAക്ക് കാണുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സീമാഞ്ചൽ മേഖലയാണ്. അതായത് സീമാഞ്ചൽ മേഖല എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെ യാദവ് വിഭാഗങ്ങൾക്കും അടക്കം വലിയ സ്വാധീനമുള്ള മഹാസഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രവചിച്ചിരുന്ന മേഖലയാണ്. അവിടെയാണ് NDAക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. അവിടെ NDA മാത്രമല്ല, മഹാസഖ്യത്തിന് വലിയ ഭീഷണിയായി അവിടെ മാറിയത് ഇത്തരത്തിൽ OICയുടെ AIMIM എന്ന പാർട്ടിയാണ്. അവർ 4 സീറ്റുകളിലാണ് അവർ അവിടെ ലീഡ് ചെയ്തതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് മഹാസഖ്യത്തിന് ലഭിക്കുമായിരുന്ന NDA വിരുദ്ധ വോട്ടുകളിൽ വലിയ രീതിയിൽ ആ പാർട്ടി വിള്ളൽ വീഴ്ത്തി 4 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുന്നു. സ്വാഭാവികമായും മറ്റ് സീറ്റുകളിലും ഇവർ വോട്ടുകൾ നേടിയിട്ടുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സീമാഞ്ചൽ മേഖലയിൽ OICയുടെ പാർട്ടി ഏതാണ്ട് 15 സീറ്റുകൾ മത്സരിച്ചിരുന്നു. അവിടെ ഏതായാലും അവർ മുന്നേറ്റം ഉണ്ടാക്കിയതൊക്കെ സതീഷ് രാജേഷ് പറഞ്ഞ പോയിന്റ് റെലവന്റ് ആണ്. കാരണം മഹാസഖ്യം പ്രതീക്ഷിച്ചിരുന്ന ഒരു മേഖല അവിടെ പ്രതീക്ഷ പോലെ നേട്ടമില്ല എന്ന് മാത്രമല്ല കുറച്ച് കുറയുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ OIC ഫാക്ടറിനെ കാണുന്നത്? OIC ഫാക്ടർ നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടതാണ്. കാരണം അവിടെ കൃത്യമായി ഏതെങ്കിലും നമ്മൾ നേരത്തെ പലപ്പോഴായി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ചോയ്സിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായ സമയത്ത് നിതീഷ് കുമാറും അതുപോലെ തന്നെ RJDയും കോൺഗ്രസും എല്ലാം ഒരു പക്ഷത്തായിരുന്നു, ഒരു മഹാസഖ്യം എന്ന പേരിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ചോയ്സ് ഉണ്ട്, ആ ചോയ്സ് സിംഗിൾ ചോയ്സ് ആയിരുന്നു. അതുകൊണ്ട് അവിടേക്ക് വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഏകീകരിച്ചു. അങ്ങനെയാണ് ഈ മഹാസഖ്യത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. എന്നാൽ ഇത്തവണ ആ വോട്ടുകൾ ഭിന്നിച്ചു പോയി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പ്രത്യേകിച്ചും കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ RJD ഉണ്ട്. കൂടുതലും കോൺഗ്രസ് ആണ് മേഖലകളിൽ മത്സരിച്ചത്. അതേസമയത്ത് OICയുടെ പാർട്ടി AIMIM മത്സരിക്കുന്നു. അപ്പോൾ ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും അത് നേട്ടമുണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുക BJPക്കാണ്. ഇത് ഉത്തർപ്രദേശിലെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടതാണ്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ തന്നെ BSPയും SPയും എല്ലാം പരസ്പരം മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി BJP വലിയ നേട്ടമുണ്ടാക്കി. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള മേഖലകളിൽ BJP വലിയ തോതിൽ സീറ്റ് നേടുന്നത് നമ്മൾ നേരത്തെ ഉത്തർപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലും എല്ലാം കണ്ടിട്ടുള്ളതാണ്. ശ്രീ രാധാകൃഷ്ണൻ ചേരുന്നത് സാർ വളരെ ബ്രീഫായി അതൊരു പോയിന്റാണ്. അതായത് ഈ ന്യൂനപക്ഷ മേഖലയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ NDA നടത്തിയിട്ടുള്ള മുന്നേറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയമായി? ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ രാജ്യത്തിന്റെ വികസനത്തിന് പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുമ്പോൾ, NDA ഭരണം നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ ഗുണപരമായി കാണുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള വശം. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലടക്കം, അതേപോലെ കോൺഗ്രസും BJPയും പരസ്പരം മത്സരിച്ച സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ളിടത്തൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രസക്തി വർദ്ധിക്കുന്നു എന്നാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പ്രസ്ഥാനം അതിന് ഒരു സഖ്യത്തിന് പോലും നേതൃത്വം കൊടുക്കാൻ ശേഷിയില്ലാത്ത രീതിയിൽ അധപ്പതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു ശക്തമായ കൂട്ടായ്മയ്ക്കൊന്നും നേതൃത്വം കൊടുക്കാൻ ശേഷിയില്ല എന്ന് ഇവിടെ BJPയെ എതിർക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരാണ് ഒരുമിച്ച് കൂട്ടുകൂടി നിൽക്കാൻ, അവർ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ. പറഞ്ഞ പോലെ സൂം പോലുള്ള ആപ്ലിക്കേഷനുകളും കാര്യങ്ങളും അതിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയാലോ? ഷോർട്ട് ബ്രേക്ക്. നമ്മൾ തുടരുന്നു. അതിഥിയിലേക്ക് പോകുന്നു. ശ്രീ ഷാജി ജോസഫിലേക്ക് ആദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കോൺഗ്രസിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ അതിന് നിങ്ങളുമായിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ അവ്യക്തതയുണ്ടായി, തിരിച്ച് കൃത്യമായി വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത പോയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കോൺഗ്രസിന് 70 സീറ്റുള്ള അവർ ചോദിച്ചു, അവർ കൊടുത്തു. പക്ഷേ ആ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് ഇടത് പാർട്ടികൾക്ക് കൊടുത്തോ അത് കൃത്യമായി തന്നെ അത് രീതിയിൽ അവർക്ക് ചോദിച്ചത്ര കൊടുക്കാൻ പറ്റിയില്ല. ചോദിച്ചത്ര കൊടുത്തില്ല, എന്നാൽ കൊടുത്തത് ഈ ഘട്ടത്തിൽ വളരെ നന്നായിട്ട് അവർ പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ കോൺഗ്രസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താങ്കൾ നേരത്തെ പകുതി പറഞ്ഞു നിർത്തിയതാണ്, എന്നാലും ബാക്കി ആധികാരികമായി. കോൺഗ്രസിന്റെ ബീഹാറിലെ പ്രശ്നമെന്ന് പറയുന്നത് ഏതാനും ചില പോക്കറ്റുകളിൽ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് വളരെ ഗണ്യമായ, വളരെ പരിഗണിക്കാവുന്ന രീതിയിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ 70 സീറ്റുകൾ നേടി മത്സരിക്കാനുള്ള ഒരു രാഷ്ട്രീയ
അല്ലെങ്കിൽ ഒരു പോപ്പുലർ സപ്പോർട്ട് ബേസ് കോൺഗ്രസിന് അവിടെ ഇല്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ബീഹാറിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ കോൺഗ്രസ് പരമ്പരാഗതമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളുമായി ഇടപെടുമ്പോൾ, സഖ്യത്തിലേർപ്പെടുമ്പോൾ കോൺഗ്രസ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഒരു പഴയ ജന്മിത്വ സ്വഭാവമുണ്ടല്ലോ. ആ ജന്മിത്വ സ്വഭാവം അതിന് മേൽക്കോയ്മ വേണമെന്ന രീതിയിലാണ് അവർ ഇടപെടുന്നത്. കോൺഗ്രസിന്റെ ആത്യന്തികമായ ലക്ഷ്യം വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ഈ രാജ്യത്ത് ഒരു സഖ്യം ശക്തമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതിന് പകരം കോൺഗ്രസ് പലപ്പോഴും പ്രാദേശിക കക്ഷികളെ തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തും. RJD എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുന്ന സീറ്റ് ഷെയറിംഗ് നടക്കുമ്പോൾ RJDയുടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന തേജസ്വി യാദവിനോടൊപ്പം നിന്നിരുന്ന ജഗ്ദാനന്ദ് സിംഗ് പല ആവർത്തി കോൺഗ്രസിനോട് പറഞ്ഞതാണ് 50 സീറ്റിൽ മത്സരിക്കുക, ബാക്കി 20 സീറ്റിൽ 10 സീറ്റ് വീതം അല്ലെങ്കിൽ 8-12 സീറ്റ് വീതം VIP പാർട്ടിക്കും അതുപോലെ തന്നെ RLSPക്കും കൊടുത്ത് അവരെ നമ്മളോടൊപ്പം നിർത്തണമെന്ന്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, RLSP എന്ന് പറയുന്ന പാർട്ടിക്ക് ഭോജ്പൂർ മേഖലയിൽ നല്ല വേരോട്ടമുണ്ട്. കാരണം ബീഹാറിലെ ഭോജ്പൂർ മേഖല എന്ന് പറയുന്നത് കുശ്വാഹകൾക്ക് അവിടുത്തെ രജപുത്രരെ വെച്ച് നോക്കുമ്പോൾ അവിടെ കുശ്വാഹകൾക്ക് രജപുത്രരുടെ വോട്ട് ബാങ്കിനെ ബാലൻസ് ചെയ്യാവുന്ന രീതിയിൽ നല്ല വേരോട്ടമുള്ള ഒരു മേഖലയാണ് ഈ ഭോജ്പൂർ മഗധ് മേഖല എന്ന് പറയുന്നത്. അതിനുമപ്പുറം നോക്കുക, പിന്നീട് അവരുടെ സീറ്റ് എടുത്തത്, അതായത് 70 സീറ്റുകൾ ഏറ്റെടുക്കുമ്പോൾ ശ്രീ ഷാജി, ഞാൻ ഇടപെടുന്നു. താങ്കൾ പറഞ്ഞ ആ ഒരു താങ്കൾ പറഞ്ഞ ആ രീതിയിൽ VIP-ക്ക് 10 സീറ്റെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. രാജേഷ്, VIP-ക്ക് ഇപ്പൊ നിലവിൽ കൊടുത്ത സീറ്റുകളുടെ കണക്ക് എങ്ങനെയാണ്? അതിൽ അവരെങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? VIP വലിയ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 5 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുന്നു. അതായത് അവർ ഏതാണ്ട് മത്സരിച്ച എല്ലാ സീറ്റുകളിലും തന്നെ അവർ വലിയ മുന്നേറ്റം നടത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് VIP സഖ്യം വിടുന്നത്. VIP നേതാവ് അന്ന് പറഞ്ഞത് മഹാസഖ്യം പുറകിൽ നിന്ന് കുത്തി എന്ന പരാമർശം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് VIP-യുടെ നേതാവായ മുകേഷ് സാനി ഈ സഖ്യം വിട്ടുപോകുന്നത്. ഏതായാലും അവർ NDA ക്യാമ്പിലെത്തുകയും അവിടെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. അതാണ് കാര്യം. താങ്കൾ പറഞ്ഞ പോലെ തന്നെ VIP-യെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോ ഈ എന്താ പറയാ മാജിക് നമ്പർ ഇവര് മറികടക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും. ഷാജി പറയും. ഞാൻ ആ പറഞ്ഞു വന്ന കാര്യം RLSPയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇനി പറയാനുള്ളത് VIP കുറിച്ചാണ്. VIP എന്ന് പറയുന്ന പാർട്ടി അവിടുത്തെ ഫിഷർമെൻ ഫോക്ക്, മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ മള്ളാസ് എന്ന് വിളിക്കുന്ന ഒരു ജാതിയുടെ ഒരു EBC എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റിന്റെ ഒരു പാർട്ടിയാണ്. അവരുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ബീഹാറിലെ നമ്മൾ പറയുന്ന ഈ സീമാഞ്ചൽ മേഖലയിലും കോസി മേഖലയിലും അവരുടെ സ്വാധീനം വലുതാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ഘട്ടത്തിൽ പുറകോട്ട് പോകുന്ന BJPയും ജനതാദൾ യുണൈറ്റഡും അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് രണ്ടാം ഘട്ടമായ മേഖലകളിലാണ്. മൂന്നാം ഘട്ടമായ സീമാഞ്ചൽ കോസി മേഖലകളിലാണ്. കോസി മേഖലയിൽ നിതീഷ് കുമാറിന് അദ്ദേഹത്തിന് എതിരെ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ടെന്ന് പറയുമ്പോഴും 2018 പ്രളയം മുതൽ ഇങ്ങോട്ട്, കോസിയിലുണ്ടായ പ്രളയം മുതൽ ഇങ്ങോട്ട് അവിടെ നടത്തിയിരിക്കുന്ന റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ വർക്ക് എന്ന് പറയുന്നത് കൃത്യമായും ഒരു പുതിയ വോട്ട് ബാങ്കിന്റെ ക്രിയേഷനാണ് അദ്ദേഹം നടത്തിയത്. തന്നിൽ നിന്നും അകന്നു പോകുന്നു എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്ന EBCകളെ വീണ്ടും ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് ഈ മള്ള കാസ്റ്റുകളെ കൂടെ നിർത്താൻ വലിയ ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ ആ മള്ള കാസ്റ്റുകളെ ഏറ്റവും ശക്തമായി പ്രതിനിധീകരിക്കുന്ന VIP എന്ന് പറയുന്ന പാർട്ടി ഈ മഹാസഖ്യത്തോട് കൂടെ നിൽക്കുന്ന അവസാന ദിവസം വരെ കൂടെ നിന്നിട്ടും അവർക്ക് 10 സീറ്റ് കൊടുക്കുവാൻ തയ്യാറായില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, അവർ ഈ സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, തങ്ങളെ പുറകിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ BJP അവർക്ക് 11 സീറ്റ് കൊടുത്ത് കൂടെ നിർത്തുകയാണ് ചെയ്തത്. ഏറ്റവും ഭയങ്കര എന്താ പറയാ വാല്യുബിൾ ആയിട്ടുള്ള കുറെ ഒബ്സർവേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തിരിച്ചു വരാം, ഒരു ചെറിയ അടിയന്തര ഇടവേളയുടെ ആവശ്യമുണ്ട്. ഏതായാലും ഇനിയും സമഗ്രമായി തന്നെ സൂക്ഷ്മമായി തന്നെ ഉള്ള വിലയിരുത്തലിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിഥികൾ നമ്മളോട് കൂടി ചേരും. വളരെ പെട്ടെന്ന് ഒരു ഇടവേള.
ബീഹാറിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 124 സീറ്റ് ജയിച്ചതും ലീഡ് ചെയ്യുന്നതും ചേർത്ത് കഴിഞ്ഞാൽ 124 സീറ്റാണ് NDA സഖ്യത്തിന് ഉള്ളത്. അതേസമയത്ത് 124 സീറ്റ് എന്ന് പറയുന്നത് 122 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ളത്. 109 സീറ്റുകളിലാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നതും അതിനൊപ്പം തന്നെ 27 സീറ്റിൽ വിജയിച്ചു, 82 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ NK പ്രേമേന്ദ്രൻ കൂടി ചേരുന്നു. ശ്രീ NK പ്രേമേന്ദ്രൻ, നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം, ഘടകകക്ഷികൾക്ക് അത് RLSP, VIP തുടങ്ങിയ പാർട്ടികൾ അവർക്ക് ഒരുപക്ഷെ കുറച്ച് സീറ്റുകൾ കൂടി നൽകിയിരുന്നുവെങ്കിൽ അവർ മഹാസഖ്യത്തിൽ തുടരുമായിരുന്നു. ആ മഹാസഖ്യത്തിൽ തുടരാതെ അവർ പുറത്തു പോവുകയും അങ്ങനെ NDA ആയി സഖ്യമുണ്ടാക്കി VIP അവിടെ വലിയ മുന്നേറ്റം നടത്തുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്നു. ഈ ഘടകകക്ഷികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സീറ്റ് വിഭജന കാര്യത്തിൽ അത് RJDക്ക് പറ്റിയ പിഴവ് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസും അതിൽ ഒരു പങ്കാളിയാണ്. ദേശീയ തലത്തിൽ തന്നെ പലപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ് അല്ലെങ്കിൽ പരാതിയാണ് കോൺഗ്രസ് ഘടകകക്ഷികളെ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അതായിരിക്കുമോ ഈ ബീഹാറിൽ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ മഹാസഖ്യത്തിന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോയതിന് കാരണം? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നേരത്തെ ശ്രീ ഷാജിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഞാൻ ഏറെക്കുറെ അതിനോടൊപ്പം യോജിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മത്സരിച്ചത് 40 സീറ്റുകളിൽ മത്സരിച്ച് 25 സീറ്റുകൾ വാങ്ങി മെച്ചപ്പെട്ട നിലയിൽ പെർഫോം ചെയ്തതാണ്. ഇപ്രാവശ്യം അവർ 70 സീറ്റിനെ സംബന്ധിച്ച് ബാർഗെയിൻ ചെയ്തു. അവസാനം തേജസ്വി യാദവ് വളരെ വിശാലമായ മനസ്കതയോടുകൂടി 70 സീറ്റിൽ ധാരണയാക്കി അലോസരങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ ക്രിയാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം 2 വിഷയങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വീണ്ടും തിരിച്ചധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിയാണ് ഫൈനൽ റിസൾട്ടെങ്കിൽ ഒരു സംശയമുണ്ട്. ഇപ്പോൾ തന്നെ പരിശോധിച്ചാൽ നമ്മുടെ ഇലക്ടറൽ സ്ട്രാറ്റജിക് ഫെയിലുവർ, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ പരാജയം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 2 പാർട്ടികളും RLSP ഉൾപ്പെടെ VIP ഉൾപ്പെടെയുള്ള 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഈ മുന്നണി സംവിധാനത്തിനകത്ത് നിർത്തി ശരിയായ രൂപത്തിൽ ഒരു മഹാഗത്ബന്ധൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മഹാസഖ്യം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്നതിൽ വന്നിട്ടുള്ള ഒരു ഗുരുതരമായ വീഴ്ച. 2 വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെയും ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. കോൺഗ്രസ് ആത്മവിമർശനം നടത്തേണ്ടതാണ്, സ്വയം വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തൽ നടത്തേണ്ടതാണ്. കാരണം സംഘടനാപരമായിട്ടുള്ള അടിത്തറ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ബീഹാറിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ആ ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ ജാതിമത സാമുദായിക സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിടിമുറുക്കിയതിനു ശേഷം കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടത്ര സംഘടനാപരമായി രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്താൻ ബീഹാറിൻ്റെ മണ്ണിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു. നമ്മൾ ലല്ലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ നിതീഷ് കുമാർ ആണെങ്കിലും മൻചി ആണെങ്കിലും ഏറ്റവും ഒടുവിൽ BJP അവിടെ കടന്നു കയറിയതിൻ്റെ തന്നെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴാണ് ഏറ്റവും രസകരമായിട്ടുള്ള അനുഭവം നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സംഘടനാപരമായിട്ടുള്ളൊരു പുനരുജ്ജീവനത്തിന് കൂടി തയ്യാറാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കറിയാം, ഒരു ഭാഗത്ത് ഇവിടെ പൂർണ്ണതോതിൽ BJPക്കെതിരായിട്ടുള്ള ജനവികാരത്തെ ഫലപ്രദമായി അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ ഈ VIP ഉൾപ്പെടെ RLSP ഉൾപ്പെടെയുള്ള പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മഹാസഖ്യം വിപുലീകരിക്കുന്നതിലുള്ള വീഴ്ച നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് BJP ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിലൊക്കെ തന്നെ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള MIM എന്ന് പറയുന്ന പാർട്ടിയെ നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളെ ശിഥിലീകരിക്കുന്നത് വളരെ തന്ത്രപരമായി അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം ഇത് അതായത് ചുരുക്കി പറഞ്ഞാൽ BJPയുടെ മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റ് തന്ത്രങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ വിശാല സഖ്യത്തിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ ഷാജി പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും 50 സീറ്റ് കോൺഗ്രസിന് നൽകാം, ബാക്കി VIP-ക്കും ആയിട്ട് കൊടുക്കാം എന്നൊക്കെ ധാരണകളുണ്ടായിരുന്നു. പക്ഷേ 70 സീറ്റോളം കോൺഗ്രസ് വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ VIP-യുടെ പെർഫോമൻസ് 11 സീറ്റിലും 5 സീറ്റിലും ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ലീഡ് നിലയും വരുന്നു. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഇലക്ഷൻ മാനേജ്മെന്റിൽ പറ്റിയ അബദ്ധം തന്നെയാണ് ഇപ്പോൾ ഈ കണക്കുകളിൽ മനസ്സിലാവുന്നത് എന്നാണോ കാണേണ്ടത് ശ്രീ NK പ്രേമേന്ദ്രൻ? തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ അഭാവം
സത്യത്തിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ 215ഓളം ഇലക്ഷൻ റാലികളാണ് അവിടെ ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മൂവ്മെന്റും ഉണ്ടായി, ഞാൻ അതിലൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ BJPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. രാംവിലാസ് പസ്വാന്റെ നേതൃത്വത്തിൽ ഉള്ള, ഇപ്പോൾ ചിറാഗ് പസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക ജനശക്തി പാർട്ടി, ആ ലോക ജനശക്തി പാർട്ടി പറഞ്ഞ വളരെ തന്ത്രമല്ല. ഇങ്ങനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മുടെ ജീവിതത്തിൽ കണ്ടുപോലും കാണില്ല. ഒരു മുന്നണിയിൽ ഉണ്ടായിരുന്ന അവർ ആ മുന്നണിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ തന്നെ പരസ്യമായി പറയുക, മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡിനും നിതീഷ് കുമാറിനും ഞങ്ങൾ എതിരാണ്, പക്ഷേ BJPക്കും നരേന്ദ്രമോദിക്കും ഞങ്ങൾ എതിരല്ല. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞുകൊണ്ട് ജനതാദൾ യുണൈറ്റഡിനെ ദുർബലപ്പെടുത്തുമ്പോൾ തന്നെ ശ്രീ പ്രേമേന്ദ്രൻ, നമുക്ക് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ് BJPയും ശിവസേനയും തമ്മിലുള്ള ഘടകകക്ഷികൾ തമ്മിലുള്ള ബന്ധം അവസാനം അവിടെ ശിവസേന എന്ന പ്രധാന കക്ഷിയെ പിന്നിലാക്കി 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് BJP അല്ലെങ്കിൽ മുന്നിലേക്ക് എത്തുന്ന അവസ്ഥ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന് ബീഹാറിലെ മാനേജ്മെന്റ് BJP നടത്തിയെന്ന് പറയുമ്പോൾ അത് എതിരാളികളെ തറപറ്റിക്കാൻ മാത്രമല്ല, ഒപ്പമുള്ള JDUവിനെയും നിതീഷിനെയും തറപറ്റിക്കാൻ കൂടി ഉപയോഗിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിഴുങ്ങാൻ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയുടെ റിപ്ലിക്ക എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ബീഹാർ. കാരണം ശ്രീ നിതീഷ് കുമാർ ഭയപ്പെട്ടത് എന്താണോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന് RJDയുടെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞപ്പോൾ ആക്ഷേപഹാസ്യത്തോടുകൂടി സംസാരിച്ച നിതീഷ് കുമാർ തൊട്ടടുത്ത ദിവസമാണ് BJPയുടെ മാനിഫെസ്റ്റോയിൽ 18 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞത്. കാരണം അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നു, ഒരിക്കലും സാധ്യമാകാൻ കഴിയാത്തതാണ് തേജസ്വി യാദവിന്റെ 18 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്നുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ BJPയുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പറയുന്നു 18 ലക്ഷം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും, അതുപോലെ തന്നെ മൈഗ്രന്റ് ലേബറുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഈ വിഷയങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ, BJPക്കെതിരായിട്ടുള്ള, അതായത് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന COVID-19 ബന്ധപ്പെട്ട ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളെ സംസ്ഥാന ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടാൻ ഈ പറയുന്ന LJP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം, ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസരത്തെ പോലും അവർ അഡ്വാൻറ്റേജസ് ആയിട്ട് വിനിയോഗിക്കാനും കഴിഞ്ഞ മൈക്രോ ലെവൽ ഇലക്ടറൽ മാനേജ്മെന്റ് വളരെ ആസൂത്രിതമായി ശാസ്ത്രീയമായി നിർവഹിക്കുന്നതിൽ BJP വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒവൈസിയുടെ നേതൃത്വ സാന്നിധ്യവും ഇപ്പോൾ തന്നെ 4 സീറ്റുകളിൽ ഒവൈസിയുടെ പാർട്ടി MIM ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 67% മുസ്ലിം ന്യൂനപക്ഷമുള്ള സീമാഞ്ചൽ സീറ്റിൽ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ, അതുപോലെ പല സീറ്റുകളിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പല സീറ്റുകളിലും ആ മേഖലയിലുള്ള 145ഓളം സീറ്റുകൾ വരുന്ന ആ മേഖലയിലുള്ള പല സീറ്റുകളിലും JDUവിന്റെ പിന്നെ ഇവിടെ നമുക്കതിന് നമ്മുടെ നാഷണൽ നെറ്റ്വർക്കിൽ ലഭ്യമായ കണക്കുകളൊന്ന് നോക്കി വരാം. ശ്രീ ER രാകേഷ് കൂടി. രാകേഷ്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ സീമാഞ്ചൽ മേഖല ഇപ്പോഴത്തെ അപ്ഡേഷൻസ് എങ്ങനെയാണ് രാകേഷ്? ഗോപി, സീമാഞ്ചൽ മേഖല NDAക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. കാരണം 37 സീറ്റുകളാണ് സീമാഞ്ചൽ മേഖലയിലുള്ളത്. അതിൽ NDA 21 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു. മഹാസഖ്യം 11 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. മറ്റുള്ളവർ 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഈ മറ്റുള്ളവർ എന്ന് പറയുന്ന ഈ 4 ഒവൈസിയുടെ പാർട്ടിയായ AIMIM ആണ്. അത് തീർച്ചയായും അത് മഹാസഖ്യത്തിന് കിട്ടുമായിരുന്ന BJP വിരുദ്ധ അല്ലെങ്കിൽ NDA വിരുദ്ധ വോട്ടുകൾ, ആ വോട്ടുകൾ കൃത്യമായി 3ാം മുന്നണി എന്ന പേരിൽ ഒവൈസിയുടെ പാർട്ടി ആ മേഖലയിൽ ആകെ 7 സീറ്റിൽ മഹാസഖ്യം ലീഡ് ചെയ്യുമ്പോൾ 4 സീറ്റിൽ ഒവൈസിയുടെ പാർട്ടി ലീഡ് ചെയ്യുന്നു. അതെ, തീർച്ചയായും. അതായത് മഹാസഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായി അവിടെ ഒവൈസിയുടെ പാർട്ടി മാറിയിരിക്കുന്നു, ആ രീതിയിലേക്ക് നിൽക്കുന്നു. ശ്രീ പ്രേമേന്ദ്രൻ, ഒരു കാര്യം കൂടി, ദേശീയ തലത്തിൽ ഈ ഇടത് പാർട്ടികളുടെ ഐക്യം എന്നെല്ലാം പലപ്പോഴായി പറയുമ്പോൾ ഇപ്പോൾ അവിടെ ബീഹാറിൽ CPI-ML-ഉം CPI-യും CPM-ഉം എല്ലാം ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ച. അതിൽ തന്നെ ആകെ 29 സീറ്റാണ് നൽകുന്നത്. അതിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചതാണ്, എന്നാൽ അത് നൽകിയില്ല എന്ന് പറയുന്നു. എന്തായാലും ആ 29-ൽ ഇപ്പോൾ 11 സീറ്റുകളിൽ 2 സീറ്റിൽ CPI-ML വിജയിച്ചു, ബാക്കി 9 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. CPM-ഉം CPI-യും ഓരോ സീറ്റിൽ വിജയിച്ചു, 2 സീറ്റിൽ വെച്ച് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം 11ഉം 6ഉം 17 സീറ്റുകൾ ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ജയിച്ച് നിൽക്കുന്ന അവസ്ഥ. സ്വാഭാവികമായും ഈ രീതിയിൽ RSP അടക്കമുള്ള പാർട്ടികൾ അങ്ങനെ ദേശീയ തലത്തിൽ ഒരു ഇടതുപക്ഷ ഐക്യം അല്ലെങ്കിൽ ആ ഐക്യത്തിന് എത്രമാത്രം പ്രചോദനമേകും ഇത്തരത്തിലുള്ള ഈ ബീഹാർ റിസൾട്ട്?
ഏറെ പ്രചോദനം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. കാരണം 29 സീറ്റുകളിൽ മത്സരിച്ച് 17-18ഓളം സീറ്റുകളിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. പക്ഷേ ആ ഒരു ജയസാധ്യതയും സാഹചര്യവും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ ജയസാധ്യതയും സാഹചര്യവും ഉണ്ടാകുന്നത് കോൺഗ്രസ് അടക്കമുള്ള RJD അടക്കമുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി ചേർന്നൊരു വിശാല സഖ്യം ഉണ്ടാകുമ്പോഴാണ്. ആ വിശാല സഖ്യത്തിൻ്റെ അഭാവമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനം, അവരുടെ നയപരമായ തീരുമാനത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് ധാരണകളിൽ ഏർപ്പെടാമെന്നുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തെ സാധൂകരിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതുപോലെ തന്നെ അവിടുത്തെ 3 ഇടതുപക്ഷ പാർട്ടികളിൽ ശ്രദ്ധേയമാണ് CPML-ന്റെ മുന്നേറ്റം. അവിടെ ബീഹാർ പോലെയുള്ള സംസ്ഥാനത്തെ തീർച്ചയായും ശ്രീ പ്രേമേന്ദ്രൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇടതുപക്ഷ ഐക്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത അതിന്റെ ഒരു സക്സസ് കാണിച്ചു തന്നു. സ്വാഭാവികമായിട്ടും അപ്പോൾ കേരളത്തിലിരിക്കുന്ന നമുക്ക് തോന്നുന്ന ചോദ്യം, അപ്പോൾ കേരളത്തിലോ താങ്കളടക്കമുള്ള പാർട്ടി ഇടതുപക്ഷ പാർട്ടികൾ? അല്ല, കേരളത്തിൽ മാത്രമാണ്. അത് CPM-നോടും അതേ ചോദ്യമാണ് ബാധകമായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഫോർമുലേഷന്റെ സാധ്യതയില്ലാത്തത്. അവിടെ UDF LDF എന്ന നിലയിൽ രാഷ്ട്രീയ ധ്രുവീകരണം നല്ല രൂപത്തിൽ നടക്കുകയും BJP-യുടെ വരവിന് തന്നെ സത്യത്തിൽ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയ ധ്രുവീകരണമാണ്. LDF വേഴ്സസ് UDF എന്നുള്ള രാഷ്ട്രീയ ധ്രുവീകരണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ BJP-ക്ക് ഒരു സ്പേസ് ഒക്കുപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് CPM അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, കോൺഗ്രസ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണല്ലോ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിലപാട് സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും അതുപോലെ CPM ഉൾപ്പെടെയുള്ള എല്ലാ ഇടതുപക്ഷ പാർട്ടികളും കൂടി ഒരു ചേരിയിലാകുകയാണെങ്കിൽ സ്വാഭാവികമായും അത് BJP-ക്ക് സഹായകരമായി തീരുമെന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിൻ്റെ സാഹചര്യം എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇപ്പോൾ തന്നെ ഒരു ഇടതുപക്ഷ ഐക്യമുന്നണി എന്ന് പറഞ്ഞ സംവിധാനമില്ല. മുമ്പ് 4 ഇടതുപക്ഷ പാർട്ടികൾ ചേർന്ന ഒരു ഇടതുപക്ഷ മുന്നണി ഉണ്ടായിരുന്നു, കാലാകാലങ്ങളിൽ കൂടുമായിരുന്നു. അതിന് നയപരമായ പൊതു നിലപാടുകൾ ഉണ്ടായിരുന്നു. ആണവ കരാർ ഉൾപ്പെടെ ഓരോ നയപരമായ വിഷയങ്ങളിൽ പോലും ഇടതുപക്ഷ ഐക്യമുന്നണി എന്ന പേരിൽ സഖാവ് പ്രകാശ് കാരാട്ട് കൺവീനറായിട്ടുള്ള, മുമ്പ് സുർജിത് സിംഗ് അദ്ദേഹം കൺവീനറായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഐക്യമുന്നണി ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം അപ്രസക്തമായി തീർന്നിരിക്കുന്നു. ശ്രീ രാധാകൃഷ്ണ മേനോൻ, NK പ്രേമേന്ദ്രൻ പറയുന്നത് ഇവിടെ ഇടതു പാർട്ടികളുടെ ഐക്യം ഉണ്ടാകണമെങ്കിൽ BJP കുറച്ചുകൂടി ശക്തിപ്പെടണം. കേരളത്തിലും BJP ശക്തിപ്പെട്ടാൽ ഒരു പക്ഷേ ഇടതു പാർട്ടികളുടെ ഐക്യം ഉണ്ടാകുമെന്നാണ്. അവരൊരുമിച്ച് പരസ്യമായി വരുന്നു. ശക്തിപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം അവർ രഹസ്യമായി ഒരുമിച്ച് നിൽക്കുന്നു, കാരണം ശക്തിപ്പെടുത്താതിരിക്കാൻ. അതാണ് പ്രേമേന്ദ്രൻ ആ കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. BJP-യെ ശക്തിപ്പെടുത്താതിരിക്കാൻ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് ഇപ്പോൾ വരാമെന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അവര് പരസ്പരം സഹകരിക്കും പല പ്രദേശത്തും. കാരണം BJP എവിടെയാണോ ഒറ്റയ്ക്ക് വരാൻ പോകുന്നത് അവിടെയൊക്കെ അവർ ഒരുമിച്ച് പരസ്യമായിട്ട് നിൽക്കും. അല്ലാത്ത സ്ഥലങ്ങളിൽ രഹസ്യമായി സഹകരിച്ചുകൊണ്ട് BJP-യെ പുറത്താക്കും. ഇത് 2 മുന്നണിയും കാലങ്ങളായി ഇവിടെ സ്വീകരിക്കുന്ന ഒരു ലൈനാണ്. നമ്മുടെ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് ഒന്ന് വന്നു. ആ വിഷയത്തിന്റെ കൗതുകം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും അതിലേക്ക് വന്നത്. ശ്രീ ഷാജി ജോസഫ്, ഒരു കാര്യം കൂടി, ഈ ഇടതു പാർട്ടികളുടെ ഈ മുന്നേറ്റം കാണുമ്പോൾ, ഈ 17 സീറ്റിലേക്കുള്ള ഒരു വർധനവ് കാണുമ്പോൾ, ഈ കോവിഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഷിക പ്രതിസന്ധി, കാർഷിക പ്രശ്നങ്ങൾ, കാർഷിക സമരങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഇത് ഈ ഇടതു പാർട്ടികളുടെ ഈ മുന്നേറ്റത്തിന് കാരണമായി നമുക്ക് നിരത്താനുണ്ടോ? ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇടതുപക്ഷ കക്ഷികളുടെ ഈ പ്രാവശ്യത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 1990-ൽ ലാലു പ്രസാദ് യാദവ് അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ പിന്തുണ കൊടുത്തിരുന്നത് CPI-യും CPIM-ലും ഒക്കെയാണ്. നമുക്കറിയാം CPIM-ന്റെ പൂർണിയയിൽ നിന്നുള്ള നേരത്തെ വധിക്കപ്പെട്ട MLA അജിത് സർക്കാർ. അപ്പോൾ അതിനുശേഷം ലാലുവിന് അധികാരം തലയ്ക്ക് പിടിച്ചപ്പോൾ ഇടതുപക്ഷ പാർട്ടികളിലെ CPI-ML-നെയും CPI-യെയും പിളർത്തി അവിടുത്തെ ഇടതുപക്ഷ മൂവ്മെന്റിനെ ബലഹീനമാക്കാൻ ലാലു ഒരു നീക്കം നടത്തി. അതിനുശേഷം ഇങ്ങോട്ട് ബീഹാർ നിയമസഭയിൽ 2-3 സീറ്റുകൾ അല്ലെങ്കിൽ അങ്ങേയറ്റം 6 സീറ്റുകൾക്കും അപ്പുറം അവർക്ക് നേടാൻ സാധിച്ചിരുന്നില്ല. 27 സീറ്റുകൾ വരെ ഉണ്ടായിരുന്ന CPI-ക്കും CPIM-ML-നും. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, നിയമസഭയിൽ തങ്ങളുടെ പ്രാതിനിധ്യം സീറ്റുകളുടെ എണ്ണത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴും ബീഹാറിലെ മിക്കവാറും
കാർഷിക മേഖല ഉള്ളോട്, ബീഹാറിലെ തൊഴിലാളികൾ ഉള്ളോട് മേഖലകളിലുമൊക്കെ ഇടതുപക്ഷ പാർട്ടിയായ CPI-ML-ഉം CPI-യും ശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഭോജ്പൂർ മുതൽ മഗധ് വരെയുള്ള, ബെഗുസറൈ വരെയുള്ള മേഖലകളിൽ അവരുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു നീക്കം എന്നും പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള ആളുകളുടെ ഒരു കോൺസെൻട്രേഷൻ ഉള്ള മേഖലകളിൽ, തൊഴിലാളികളായിട്ടുള്ളവരുടെ മേഖലകളിലൊക്കെ ഇടതുപക്ഷ പാർട്ടികൾക്ക് നല്ല വേരോട്ടമുണ്ടായിരുന്നു. സമരങ്ങളുടെയും യഥാർത്ഥ സമരങ്ങൾ ബീഹാറിൽ ഇതുവരെ 1990 ശേഷം ഇതുവരെ യഥാർത്ഥ സമരങ്ങൾ ബീഹാറിൽ തെരുവിലിറങ്ങി നടത്തുന്നത് ഈ ഇടതുപക്ഷ കക്ഷികളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വലിയ പരാജയം നേരിട്ടപ്പോഴും 4 ലക്ഷത്തിലധികം വോട്ട് മഹാസഖ്യത്തിന് എവിടെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ CPI-ML-ഉമായി അവർ ചേർന്ന് നിൽക്കുന്ന മേഖലകളിൽ മാത്രമാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മേൽക്കോയ്മ തങ്ങൾക്ക് പിന്തുണ ഇല്ലാത്ത മേഖലകളിലും കോൺഗ്രസ് അവരുടെ മേൽക്കോയ്മ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു പ്രഭുത്വത പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടില്ലാത്ത ഭാരമായ സീറ്റുകൾ എടുത്ത് കയ്യിൽ വെച്ച് അതന്നെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന, എന്നെ പോലെ ഒരു സാധാരണക്കാർക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ ആദ്യം തോന്നുന്നൊരു ചോദ്യമുണ്ട്. ഈ കോൺഗ്രസിന് ഇത്രയും സീറ്റ് കൊടുക്കുന്നതിന് പകരം ഈ ഇടത് പാർട്ടികൾക്കും VIP കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഫലം മറ്റൊന്നാവില്ലായിരുന്നോ എന്ന്. എങ്ങനെയാണ് താങ്കൾ ആ ചോദ്യത്തെ കാണുന്നത്? ഒരു സംശയം വേണ്ട. നോക്കൂ, ഇപ്പോൾ നമ്മൾ ആ ഫിഗറിലേക്ക് ഒന്ന് നോക്കൂ. NDA-യും മഹാസഖ്യവും തമ്മിലുള്ള അവരുടെ ആ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സീമാഞ്ചൽ കോസി മേഖലയിൽ VIP-യെ പോലുള്ള ഒരു പാർട്ടിയുമായി ഒരു ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഭോജ്പൂരിൽ RLSP-യുമായി ഒരു ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, മഗധ്, പാട്ലിപുത്ര, തിർഹുട്ട്, സരൺ മേഖലകളിൽ വരുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഫലം വേറൊന്നായിരിക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ എനിക്കിതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യം, ദേശീയ തലത്തിൽ വലതുപക്ഷത്തിനെതിരെ നീങ്ങുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തങ്ങളാണെന്ന് പറയുകയും വാളും പരിചയം നഷ്ടപ്പെട്ട് രണാങ്കണത്തിൽ നിൽക്കുന്ന ബീഹാർ പോലുള്ള സ്ഥലത്തെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് അരാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. RJD-യുടെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ ജഗ്ദാനന്ദ് സിംഗിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ശ്രീ ജഗ്ദാനന്ദ് സിംഗ് എന്നോട് പറഞ്ഞതാണ്, കോൺഗ്രസിനോട് 50 സീറ്റിൽ മത്സരിക്കാനും ബാക്കി 20 സീറ്റുകൾ ഈ RLSP-ക്കും VIP-ക്കുമായി കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. കുറെ സീറ്റുകൾ കൂടി ഈ സീതാമാറി മേഖലയിൽ, അരറിയ മേഖലകളിലൊക്കെ, ബെഗുസറൈ, ബറൌണി മേഖലകളിൽ കുറെ സീറ്റുകൾ കൂടി ഇടതുപക്ഷത്തിന് കൊടുത്തിരുന്നെങ്കിൽ ശക്തമായ ഒരു പ്രതിരോധം അവർ തീർത്തേനെ, വിജയത്തിലേക്ക്, കൂടുതൽ വലിയ തിളങ്ങുന്ന വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്ന് ആയിരുന്നു RJD-യുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഒരു കാര്യം അറിയാമോ, ലാലുവിന്റെ അസാന്നിധ്യത്തിൽ തങ്ങളുടെ പ്രബുദ്ധം മുതലാക്കുവാൻ കോൺഗ്രസ് നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാസഖ്യത്തിന്റെ പിറകോട്ടുള്ള പോക്ക്. ഒരു ആലോചന കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് NDA-യിൽ BJP അറിഞ്ഞുകൊണ്ട് തന്നെ JDU-നോട് എന്താണോ ചെയ്തത് അതേ രീതിയിലുള്ള ഒരു പെരുമാറ്റവും അരാഷ്ട്രീയമായ ഫലങ്ങളുമാണ് തങ്ങളുടെ പ്രഭുത്വം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസ് നടത്തിയ ഒരു നീക്കത്തിന്റെ ഫലസ്വരൂപമായി ഇപ്പോൾ RJD-യും മഹാസഖ്യത്തിലെ മറ്റ് ഇടതുപക്ഷ കക്ഷികളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാസഖ്യം പുറകോട്ട് പോകുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേവലം കോൺഗ്രസിന് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഈ ഫിഗറുകൾ കാണുമ്പോൾ എന്റെ അഭിപ്രായം. ശ്രീ ഷാജി ജോസഫ്, ഈ പറഞ്ഞതുപോലെ മഹാസഖ്യത്തിൽ വലിയ തോതിൽ മഹാസഖ്യത്തിൽ ഈ സീറ്റ് വിഭജനത്തിൽ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ലാലു പ്രസാദിന്റെ ഒരു അസാന്നിധ്യം, ഇലക്ഷൻ മൈക്രോ മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ലാലുവിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, നിതീഷുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ പോലും ഒപ്പത്തിനൊപ്പം ഒരു സീറ്റ് പോലും കുറയാൻ പാടില്ല, ഒപ്പത്തിനൊപ്പം സീറ്റ് വേണം എന്ന് പറഞ്ഞ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറിനെയാണ് ഒപ്പം സീറ്റുകൾ പങ്കുവെച്ചുകൊണ്ട് അന്ന് സഖ്യത്തിലേക്ക് പോയത്. ആ ലാലുവിന്റെ അഭാവം വലിയ തോതിൽ ഈ RJD അല്ലെങ്കിൽ മഹാസഖ്യത്തിന്റെ ഈ സീറ്റ് വിഭജനത്തിൽ ഒരു തടസ്സമായി മാറിയിട്ടുണ്ടോ? സതീഷെ, ഞാൻ പറഞ്ഞല്ലോ,
ലാലുവിന്റെ അഭാവത്തെ പൂർണ്ണമായും എടുത്തെങ്കിൽ അത് കോൺഗ്രസ് ആണ് ചെയ്തത്. ഞാനിപ്പോൾ പറയുന്നു, ലാലു യാദവ് സാന്നിധ്യത്തിലാണ് ഈ സീറ്റ് വിഭജന ചർച്ച നടന്നെങ്കിൽ ഇന്ന് VIP-യും RLSP-യും ഒക്കെ ഈ മഹാസഖ്യത്തിൽ ഉണ്ടായിരിക്കും. BJP-ക്കും JDU-നും പ്രത്യേകിച്ച് ഭോജ്പൂർ പോലുള്ള മേഖലകളിൽ, സീമാഞ്ചൽ, കോസി മേഖലകളിൽ ഈ മഹാസഖ്യത്തെ നേരിടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമായി മാറിയേനെ. നോക്കുക, ഒന്നാമത്തെ ഘട്ടത്തിലെ ആ മത്സരത്തെ, ആ വോട്ടിങ്ങിൽ അതിന്റെ ഫലമൊന്ന് നോക്കുക. അവിടെ പ്രവചിച്ചതുപോലെ തന്നെ മഹാസഖ്യത്തിനാണ് മുന്നേറ്റം. എന്നാൽ ആ പിന്നോട്ടുള്ള പോക്കിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് JDU-വും BJP-യും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലുള്ള മേഖലകളിൽ ഇടപെട്ടത്. ഒവൈസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അത് നമുക്കറിയാം. ഒവൈസിയുടെ ഒരു രാഷ്ട്രീയ നീക്കം എപ്പോഴും എവിടെ നിന്നാണ് ആ ഒരു ഉപദേശം അദ്ദേഹത്തിന് കിട്ടുന്നതെന്ന്. സീമാഞ്ചൽ മേഖലയിൽ നമുക്കറിയാം, ഇപ്പോഴും 3-4 സീറ്റുകളിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഒവൈസിയും കോൺഗ്രസും എന്താണോ മഹാസഖ്യത്തോട് ചെയ്തത്, അതേ രീതിയിലുള്ള ഒരു അൺഡിക്ലെയർഡ് ഇന്റന്റിലുള്ള പോക്കാണ് അവിടെ രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാൻ നേതൃത്വം കൊടുക്കുന്ന LJP ഉപയോഗിച്ചുകൊണ്ട് BJP ചെയ്തത്. പക്ഷേ രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളാണല്ലോ വലുത്. തീർച്ചയായും ഷാജി ജോസഫ്, തന്ത്രങ്ങൾ തന്നെയാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രേമചന്ദ്രനോടൊരു ചോദ്യം. ഇത്തരത്തിൽ ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി, അങ്ങനെ വലിയ പരാജയം, ചരിത്ര പരാജയം നേരിട്ട കോൺഗ്രസ് 6 വർഷം കഴിഞ്ഞിട്ടും പാഠങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ, സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒന്നും പാഠം പഠിക്കുന്നില്ല, എങ്ങനെയാണ് സഖ്യകക്ഷികളെ കൊണ്ടുപോകേണ്ടത് എന്ന് പഠിക്കുന്നില്ല എങ്കിൽ, ആ കോൺഗ്രസിനെ വിശ്വസിച്ച് എങ്ങനെയാണ് ഈ BJP ഇതര പാർട്ടികൾ ഇനിയും കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുന്നത്? ശ്രീ ഷാജി ജോസഫ് നേരത്തെ ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾ അതിനോടൊരു തരത്തിൽ യോജിക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതവിടെ RJD നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നണി സംവിധാനമാണ്. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായിട്ടും വളരെ ഐക്യത്തോടും ചിട്ടയോടും കൂടി മൂവ് ചെയ്തതാണ്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും തെരഞ്ഞെടുപ്പ് സഖ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടിക്ക് പരമാവധി സീറ്റ് ലഭ്യമാക്കാൻ നോക്കും. അതൊരു കുറ്റമാണ്, വീഴ്ചയാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഴുവൻ കാരണം അവിടെ കോൺഗ്രസ് ആണ്, കോൺഗ്രസ് അപ്രസക്തമാണ് എന്ന് പറയുക. കോൺഗ്രസിന് ഞാൻ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചാണ്, ശരിയാണ്, 1/4 നൂറ്റാണ്ട് കാലത്തെ അതിനും അപ്പുറത്തെ ബീഹാറിന്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ് ബീഹാറിൽ ദുർബലമാണ്. ആ സീറ്റ് ഷെയറിംഗ് പ്രൊപ്പോർഷണേറ്റ് ആയിരുന്നു. അവർ മറ്റ് കക്ഷികളെ കൂട്ടിയിട്ടില്ല എന്നൊരു ഇലക്ഷൻ സ്ട്രാറ്റജിക് ഫെയിലുവറാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വന്നിട്ടുള്ള പാളിച്ചകളാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, LJP ലോക ജനശക്തി പാർട്ടി കൂടി ഇപ്പോ അത് ഈ പറയുന്ന NDA സഖ്യത്തിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലുള്ള സ്ഥിതിയോ? ഈ പറഞ്ഞ LJP-യും ലോക ജനശക്തി പാർട്ടിയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും BJP-യും ഉൾപ്പെടുന്ന ഒരു സഖ്യമായി രൂപപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വൻപിച്ച മുന്നേറ്റം ഒരുപക്ഷെ അവർക്കുണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു BJP-യെ പോലെയുള്ള കേഡർ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനത്തെ എതിർക്കുമ്പോൾ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്താൻ ഉതകുക എന്ന നിലയിൽ നേരത്തെ ഷാജി സൂചിപ്പിച്ചതുപോലെ VIP അടക്കമുള്ള മറ്റെല്ലാ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമായും അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് RJD ആണ്. അതിൽ തേജസ്വി യാദവ് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സീറ്റ് ധാരണയുടെ പേരിൽ തന്നെ തെറ്റിപ്പോയിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താകുമായിരുന്നു? തീർച്ചയായും താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് സാധ്യതകളുടെയും തന്ത്രങ്ങളുടെയും ഒരു വേദി കൂടിയാണ് തെരഞ്ഞെടുപ്പ്. ഏതായാലും അതിൽ ഈ മണിക്കൂറുകളിൽ NDA 122 എന്നാണ് കാണുന്നത്. സ്വാഭാവികമായും ഇനിയും 50% വോട്ട് എണ്ണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം പറയാനുള്ള സമയമായിട്ടില്ല. വരും മണിക്കൂറുകളിൽ നമ്മൾ തുടരുന്നു. അതിഥികളും നമ്മളോട് കൂടെ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ മണിക്കൂറുകളിൽ ഇങ്ങനെയാണ് അവസ്ഥ. തൽക്കാലം ഞാനും സതീഷും ഈ ഷോയിൽ നിന്നും വിടവാങ്ങുന്നു. പുതിയ അവതാരകരെത്തും. ഇടവേളയ്ക്ക് ശേഷം.